السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله وإياي بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും ഒക്കെ അവന് തൃപ്തിപ്പെട്ട സാലിഹായ അമലുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി ഇതിനൊക്കെ നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന് ദേഷ്യം വരുന്ന ഒരു വിഷയവും, എന്തെങ്കിലും ഒരു വിഷയം നമ്മിൽ നിന്നുണ്ടാവുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ ലൈവായിരുന്നല്ലോ അല്ലേ ഉസ്താദ് അൻവർ മുഹീദ്ദീൻ ഹുദവിന്റെ പ്രസംഗം റെക്കോർഡ് പ്ലേ ചെയ്യായിരുന്നല്ലേ മുഹമ്മദ് കുട്ടി സാഹിബ് എന്ന് മനസ്സിലാക്കുന്നു. ലൈവാവൂലാന്ന് കരുതുന്നു. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈമാൻ സലാമത്താകാൻ ദുആ ചെയ്ത് ദുആ വസിയത്ത് ചെയ്യുന്നു. ഉസ്താദ് സാലിഹായ ഇണയെ ലഭിക്കാൻ ദുആ ചെയ്യണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. പരിപൂർണ്ണ ഈമാനോടുകൂടി അല്ലാഹു നമ്മെ മരിപ്പിക്കുന്ന സമയത്ത് മരിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വാലിഹത്തായ, നല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി നൽകുന്ന നല്ലൊരു അനുയോജ്യയായ ഇണയെ അല്ലാഹു അവന്റെ മഹദായ ഫضل കൊണ്ട് നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ മൂത്തമ്മ ഇന്ന് രാവിലെ മരണപ്പെട്ടു. അവരുടെ ആഖിറം നന്നാവാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മയ്യിത്ത് നിസ്കാരത്തിന് ഉൾപ്പെടുത്തണം. പേര് മറിയം ഹജ്ജുമ്മയാണ്. നമ്മുടെ മുസ്തഫ മുസ്തുന്റെ PM ആണ്. അദ്ദേഹത്തിന്റെ മൂത്തമ്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവർ ചെയ്ത സ്വാലിഹ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുകയും അവരുടെ അടുക്കൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. അല്ലാഹു അവരുടെ ഖബറിൽ അവർ ചെയ്ത സ്വാലിഹ അമലുകളെ അവരുടെ ഖബറിൽ അല്ലാഹു അവർക്ക് തുണയായി നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പേര് മറിയം ഹജ്ജമ്മയാണ്. സാധിക്കുന്ന ആളുകളൊക്കെ മയ്യിത്ത് നിസ്കാരത്തിന് നിസ്കരിക്കുക, പേര് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. മരിച്ചവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാമോ എന്നുള്ളത് എനിക്കിവിടെ PM വന്ന ചോദ്യമല്ല. അത് നേരത്തെ ഒരാൾ വിളിച്ചു ചോദിച്ചതാണ്. അപ്പൊ അത് നിങ്ങളും കൂടെ ഒന്ന് അറിയാൻ നല്ലതാണ് വിചാരിച്ചിട്ട് ഇപ്പൊ അതിന് മറുപടി നൽകുകയാണ്. ഞാൻ ഇവിടെ എഴുതി വെച്ചായിരുന്നത്. മരിച്ചവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് ഇറക്കാൻ പറ്റുമോ? പറ്റൂല എന്നതാണ് പ്രബലമായ മദ്ഹബ്. അഭിപ്രായം അങ്ങനെയാണ്. ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ്. മരിച്ചവർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് ഇറക്കുക അത് പറ്റൂല. മരിച്ചവർ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ അവരുടെ ഹയാത്ത് കാലത്ത് വസിയത്ത് ചെയ്തിരുന്നത് എന്നാ പറ്റും. അതിൽ പറ്റൂല. കാരണം നിയ്യത്തിന്റെ ആവശ്യമുണ്ടേ. ഉദ്ഹിയ്യത്താണ് നിയ്യത്തിലേക്ക് ആവശ്യമുള്ള ഒരു അമലാണല്ലോ. അപ്പൊ നിയ്യത്തിലേക്ക് ആവശ്യമുള്ള അമലാണ് പിന്നെ ഇത് ഈ ഉദ്ഹിയ്യത്ത്. അതുകൊണ്ട് തന്നെ മരിച്ചവർ നിയ്യത്ത് വെക്കുമല്ലോ അല്ലേ. പിന്നെ നേരെ വെച്ചാൽ അവർ വസിയത്ത് ചെയ്താലോ അത് തന്നെ ഒരു നിയ്യത്താണല്ലോ. മരിക്കുന്നതിന് മുമ്പായിട്ട് വസിയത്ത് ചെയ്യാം. മക്കളോടോ മറ്റാരോടെങ്കിലും പറയാം, എനിക്ക് വേണ്ടി ഒരു ഉദ്ഹിയ്യത്ത് ഇറക്കണം കേട്ടോ എന്ന് വസിയത്ത് ചെയ്തിക്കണേ പറ്റും. അതല്ലെങ്കിൽ പറ്റുകയില്ല. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉദ്ഹിയ്യത്ത് അറുത്തു എന്നുണ്ട് ഹദീസ്. അതാണ് അത് വേറെ ഹദീസ് കൊണ്ട് ആ കാര്യം പിന്നെ വ്യക്തമാകുന്നുണ്ട്. അത് റസൂലുള്ളാഹി വസിയത്ത് ചെയ്തിരുന്നു എന്ന്. ആ വസിയത്ത് ചെയ്തത് അലി റളിയല്ലാഹു അൻഹു നിറവേറ്റിയതാണ്. ഈ ഹദീസിനെ കുറിച്ച് പറയലട്ടാ, ഇതൊക്കെ നല്ല സഹിഹ ഹദീസ് തന്നെ. ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു പാട്ടിങ്ങനെ കേട്ട്, വെറുതെ ഇങ്ങനെ ഒരു പാട്ട് കേട്ട. അപ്പൊ ഈ പക്ഷിപ്പാട്ട് ആണ് അവിടെ പക്ഷിപ്പാട്ട് കണ്ടപ്പോഴേ ഇതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുന്നികളെ നമ്മളതങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യാം. എന്താണ് പക്ഷിപ്പാട്ടിൽ? ഞാനത് അതിന് കുറെ നേരം അങ്ങനെ കേട്ടത്, കുറെ കേട്ട്. എന്നിട്ട് എന്തൊക്കെയാ ഉള്ളത്?
എനിക്ക് ഫുള്ളായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. മദീനത്തെ പള്ളിയില് പിന്നെ അതായത് അക്ബർ സദക്ക കണ്ടില്ലേ, മദീനത്തെ പള്ളി റസൂലും സഹാബത്തും പാട് ഇരിക്കാണ്. അപ്പോ ഒരു പക്ഷി വന്ന്, എന്നിട്ട് ആ പക്ഷി പറഞ്ഞു, ഞാന് പിന്നെ സുബൈക്കും ളുഹുർക്കും അസർക്കും ഒക്കെ ഓരോ മുട്ടിട്ട്, അപ്പൊ എന്റെ ഭർത്താവായ പക്ഷി അല്ലെ, എന്റെ ഇണപ്പക്ഷി പറഞ്ഞു ഞാന് ഹറാമില് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പാടെ പറഞ്ഞല്ലേ. എന്നിട്ട് അവർ റസൂൽ സഹാബത്തിനോട് ബിലാൽ പറഞ്ഞ്, പിന്നെ എവിടെയാണ് എന്റെ ഇണപ്പക്ഷി എവിടെ പറഞ്ഞപ്പോ തൂരിസിന മലയിലാണ് എന്നറിഞ്ഞു. അപ്പൊ തൂരിസിന മലയിൽ പോയോക്കാൻ പറഞ്ഞ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പോയോക്കി. എന്നിട്ട് അങ്ങനെ പക്ഷിനോട് വരാൻ പറഞ്ഞു, പക്ഷി വന്നില്ല. അങ്ങനെ ബിലാൽ മടങ്ങി വന്നു. പിന്നെ അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയി. പിന്നെ എന്നിട്ടും വന്നില്ല. അവസാനം അലി റളിയല്ലാഹു അൻഹുവിനോട് പോകാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പോയി. അങ്ങനെ ഒരു കോട്ടയില് അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ ആ ഇണപ്പക്ഷി അവിടെ അല്ല ഉള്ളത്. അല്ല എന്താണ് എന്തോടാ ഏതൊരു പെണ്ണ് അല്ലെ, ഏതൊരു പെൺകുട്ടിയെ ഒരു ഇഫ്രീത്ത് തട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആ ഇഫ്രീത്തിന്റെ അടുക്കൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വരാം എന്നിട്ട് എന്തൊരു കരാറ് ചെയ്തു. ഇങ്ങനെ കുറെ നോണ ചുരുക്കി പറയണം. ഇതിനിപ്പോ ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലേ. അതൊക്കെ എന്നിട്ട് അവസാനം അതാണ് പോലെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തോറ്റു, ബിലാൽ റളിയല്ലാഹു അൻഹു തോറ്റ്, അവസാനം അലി റളിയല്ലാഹു അൻഹു കൊണ്ട് പോയപ്പോ പിന്നെ കാര്യം നടക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഷിയാക്കൾ അലി റളിയല്ലാഹുവിനെ കുറിച്ച്, അലി റളിയല്ലാഹുവിനെ പൊന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ളവരെ താഴ്ത്താൻ വേണ്ടി ഒരുപാട് നുണക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണിപ്പോ അതില് പിന്നെ എന്നിട്ട് നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുക അല്ലേ. നമ്മൾ പ്രചരിപ്പിക്കാൻ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മളല്ല, ആരോ പാട്ടൊരു പാടിയാണ്, അവർക്ക് ഇതൊന്നും ചെല്ലല്ലേ, അവർക്ക് പാട്ടായാൽ മതിയല്ലോ. അല്ല സമസ്തക്കാര് പ്രചരിപ്പിച്ചൊന്നല്ലേ പറഞ്ഞു കിട്ടാ. പാട്ടുകാര് അവർക്ക് ഒരു പാട്ടുണ്ടായാൽ മതിയല്ലോ. അപ്പൊ ഏതായാലും സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഈ ഹദീസ് അലി റളിയല്ലാഹു തൊട്ട് വന്നത് കാരണം അപ്പൊ അത് ആ വിഷയം ഓർമ്മ വന്നപ്പോ നിങ്ങളുമായി ആ വിഷയം പങ്കുവെച്ച് അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ഹിയത്ത് അറുത്തു എന്ന് ഒരു ഹദീസ് ഉണ്ട്. റഅയ്തു അലിയൻ യുളഹി ബികബ്ശൈനി, രണ്ട് മുട്ടനാടുകളെ അലി റളിയല്ലാഹു അൻഹു പിന്നെ ഉദ്ഹിയത്ത് അറുത്തു. ഫഖുൽതു ഹാദാ മാ ഹാദാ, അപ്പൊ ഞാൻ ചോദിച്ചു അലി റളിയല്ലാഹു അൻഹു എന്താണെന്ന് ചോദിച്ചു. فقال إن رسول الله صلى الله عليه وسلم أوصاني أن أضحي عنه. അതാ അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ തൊട്ട് ഉദ്ഹിയത്ത് അറുക്കാൻ വേണ്ടി എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ഹിയത്ത് അറുത്തതാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയും ചെയ്തു. സുനൻ അബൂദാവൂദ് അബൂദാവൂദിലുള്ള ഹദീസാണ്. അപ്പൊ അവിടല്ലേ അപ്പൊ വസിയത്ത് റസൂൽ വസിയത്ത് ചെയ്താണ്. ആ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ചവരുടെ പേരിൽ ഉദ്ഹിയത്ത് അറുക്കാം, അതല്ലാതെ പറ്റുകയില്ല എന്നാണ്. വലാ തജൂസ്, തുഹഫന്റെ പാർട്ട് ഇങ്ങനെയാണ്, വലാ തജൂസു വലാ തഖഉ ഉദ്ഹിയത്തുൻ, ഉദ്ഹിയത്ത് ജായിസാവൂല, ഉദ്ഹിയത്ത് സംഭവിക്കുകയും ഇല്ല. അൻ മയ്യിത്തിൻ, മയ്യിത്തിന് തൊട്ട് ഒരാൾ അർത്ഥമില്ല, അത് ഉദ്ഹിയത്ത് ആവും ചെയ്യൂല, അങ്ങനെ സംഭവിക്കുകയും ചെയ്യൂല. ഇല്ലം യൂസി ബിഹ, ആ മയ്യത്ത് മറ്റ് ഹയാത്തുള്ള കാലത്ത് വസിയത്ത് ചെയ്താലല്ലാതെ, ഉദ്ഹിയത്ത് അറുത്ത് കൊടുക്കാൻ വസിയത്ത് ചെയ്താലല്ലാതെ. ഇമാം മറ അങ്ങനെയാണ്. പിന്നെ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവമൊക്കെ സുഖാക്കി കൊടുക്കട്ടെ, കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും പെടുത്താതിരിക്കട്ടെ. അല്ലാഹു പ്രസവമൊക്കെ റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കുകയും ആ പ്രസവത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് സ്വാലിഹായ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഉളുഹിയത്തിന്റെ തോൽ വിറ്റ് അതിന്റെ ചിലവിലേക്ക് എടുക്കാമോ? പറ്റുകയില്ല എന്ന്. ഉളുഹിയത്തിന്റെ തോലോ അതിന്റെ എല്ലോ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. ഉളുഹിയത്തിന്റെ ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. അതൊക്കെ അത് സ്വന്തമായി എടുക്കുകയോ അതിൽ വേറെ ആർക്കെങ്കിലും നൽകുകയോ ചെയ്യേണ്ടതാണ്. അതിന് കൂലിയായിട്ട് കൊടുക്കാനും പറ്റൂല. കൂലിയായിട്ട് കൊടുക്കുമ്പോൾ അത് പിന്നെ വിൽക്കണ പോലെ തന്നെയാണ്, അത് പറ്റൂല. അത് ഒന്നുകിൽ നമ്മൾ സ്വന്തം ഉപയോഗിക്കുക, അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നൽകുക, അതല്ലാതെ അതിൽ നിന്ന് ഒന്നും വിൽക്കാൻ പറ്റുകയില്ല. അത് കൂലിയായിട്ട് നൽകാനും പറ്റുകയില്ല. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ സഹോദരന് ക്യാൻസർ രോഗം ബാധിച്ചു
കിടക്കൽ എന്താണ് ക്രിട്ടിക്കൽ, അങ്ങനെയാണ്, ക്രിട്ടിക്കൽ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ആണ് പ്രത്യേകം ദുആക്ക് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റ് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ സഹോദരന് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യുകയും സിഹത്തോടുകൂടി ആഫിയത്തോടുകൂടി അല്ലാഹുവിന്റെ ത്വാഅത്തിലേക്ക് ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല പിന്നെ അങ്ങനെയുള്ള മാരകമായ രോഗം തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അമുസ്ലിം മരിച്ചാൽ എന്താണ് പറയേണ്ടത്? അമുസ്ലിം മരിച്ചാൽ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഒക്കെ പറയുകയൊക്കെ ചെയ്യുക. അതൊരു മുസീബത്താണെങ്കിൽ, മുസീബത്താണെങ്കിൽ ചിലപ്പോൾ മുസ്ലിം വെച്ചാലുണ്ടാവും ഒരു മുസീബത്തില്ലേ. ഇനിയിപ്പോ അതൊന്നും അല്ലാതെ പറഞ്ഞു നിൽക്കുക. എന്താ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ അർത്ഥം എന്താണ്? നമ്മളെല്ലാവരും അള്ളാഹുവിന് ഉടമപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടുന്നവരുമാണ്, അതല്ലേ അല്ലേ? അപ്പൊ ആ നിരക്കൊക്കെ പറയാ. പിന്നെ അതല്ല, പിന്നെ അമുസ്ലിം മരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ സുന്നത്തില്ല. പിന്നെ ഇനി മുസ്ലിം മരിച്ചാൽ തഅസിയത്ത് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കണമെങ്കിൽ മുസ്ലിമിന് സുന്നത്തുണ്ട്, ജായിസാണ്. ഏത് അമുസ്ലിം മരിച്ചാല് അമുസ്ലിം ആയ ആളുകൾ മരിച്ച് അപ്പോ പിന്നെ അതിന് തഅസിയത്ത് നടത്തുന്നത് ജായിസാണ് മുസ്ലിമിന്. അപ്പൊ എന്താ പറയേണ്ടത് അല്ലേ? പറയേണ്ടത് അമുസ്ലിമാണ് മരിച്ചിരുന്നത്, ആ മുസ്ലിമിന്റെ കൂട്ടുകുടുംബമൊക്കെ അവരും അമുസ്ലിങ്ങളാണ്. എന്നാ എന്താ പറയേണ്ടത്? അവിടെ പോയിട്ട് അഅ്ളമല്ലാഹു അജ്റക വ സബ്റക വ അഖലഫ അലൈക എന്നൊക്കെ പറയല് ജായിസാണ് എന്നാണ്. അഅ്ളമല്ലാഹു അജ്റക വ സബ്റക വ അഖലഫ അലൈക എന്നൊക്കെ, അതായത് ഇപ്പോ എന്താണ് ഈ പിന്നെ അജ്ർ അല്ലെ, എന്താ അജ്ർ? അതങ്ങനെ ദുന്യവിയായ ഒരു അജ്റൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു ഐഹികമായ അജ്റൊക്കെ ഉണ്ടാവും ഈ മുസ്ലിങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷയില്ല എന്നുള്ളൂ. ഐഹികമായ ജീവിതത്തിൽ മുസ്ലിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ആ കൂലിയൊക്കെ ഉണ്ടല്ലോ, ഈ മുസീബത്തിൽ ക്ഷമിച്ച ആ കൂലി, അതൊക്കെ നിങ്ങൾക്ക് വളരെ നന്നാക്കി തരട്ടെ, നിങ്ങൾക്ക് ഇതിനൊരു നല്ലൊരു പകരക്കാരനെ തരട്ടെ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഗഫറ ലി മയ്യിതിക എന്ന് പറയാൻ പറ്റൂല. കാരണം മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂലല്ലോ. മുസ്ലിം മരിച്ചാൽ അങ്ങനെയല്ല, അല്ലാഹു അജ്റക വ ഗഫറ ലി മയ്യിതിക എന്ന് പറയുന്ന സുന്നത്തുണ്ട്. നിങ്ങളുടെ മയ്യിത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ മുസ്ലിം മരിച്ചാൽ അത് പറയാൻ പാടില്ല, ഗഫറ ലി മയ്യിതിക എന്ന് പറയാൻ പാടില്ല, മറ്റേ പറയാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഭർത്താവിന് കടമുണ്ടായിരിക്കെ ഭാര്യക്ക് അവളുടെ ധനം, അതായത് സ്വർണം ഉപയോഗിച്ച് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, മുതലാലും വഴിയാലും തടിയാലും ആവതുള്ളവളാണ് അവളെ കൂടെ പിന്നെ ഭർത്താവോ അല്ലെങ്കിൽ മഹറമോ ആയ ഒരാൾ പോവാനും ഉണ്ട്. എന്നാൽ അവൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഭർത്താവിന്റെ കടം വീട്ടൽ അവളുടെ ബാധ്യതപ്പെട്ടതല്ല. ഭർത്താവിന് കടമുണ്ട്, ആ കടം വീട്ടിൽ ഭാര്യയുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. പിന്നെയോ അവൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള പൈസ അവളുടെ കയ്യിലുണ്ട്, എന്നാലും അവൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. അവൾക്ക് തടി കൊണ്ടാവതുണ്ട്, പിന്നെ അവളുടെ കൂടെ പോവാൻ മഹറമായ ഒരാളുണ്ട്, ഒരു പുരുഷനുണ്ട്, എന്നാൽ അവൾക്ക് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഭർത്താവിന് കടമുണ്ടായാലും ശരി, ഭർത്താവിന്റെ കടം വീട്ടൽ അവളുടെ ബാധ്യതപ്പെട്ടതല്ല. ഉസ്താദെ, മയ്യിത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താണ് വെക്കേണ്ടത്? ഈ മയ്യിത്തിന്റെ മേൽ ഫർളാക്കട്ടുന്ന നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു തന്നെ. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്ത്, ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്ത്. ഈ മയ്യിത്തിന്റെ മേലുള്ള ഫർളാക്കപ്പെട്ട മയ്യിത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് ഞാൻ നിർവഹിക്കുന്നു. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്ത് ലില്ലാഹി തആല. ഈ മയ്യിത്തിന്റെ മേൽ ഫർളാക്കപ്പെട്ട മയ്യിത്ത് നിസ്കാരം ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് തന്നെ. മയ്യിത്ത് നിസ്കാരം ഫർളാണല്ലോ, ഫർള് കിഫായല്ലോ അല്ലേ? പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ നമ്പർ തരുമോ? ഉസ്താദ് അറിയുന്ന ഒരാൾക്ക് ഒരു കാര്യം ചോദിക്കാനാണ്.
അതിപ്പോ ഈ നേരത്ത് വേണം നിങ്ങൾ അതിപ്പോ ഞാനിപ്പോ ഇപ്പൊ ഒഴിവുണ്ടായ സമയത്തൊക്കെ പി എൻ ചെയ്തോടെ. അപ്പൊ അതൊക്കെ എന്റെ നമ്പറൊക്കെ ചോദിക്കല്ലേ. ഇപ്പൊ വേറെ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. മുത്തഅല്ലഖ് എന്താ അബൂവൈസ് ഇയാളല്ലേ അബൂവൈസിന്റെ അവിടെ അബൂവൈസിന്റെ ഒരു പി എം മുത്തഅല്ലഖ് എന്ന്. അബൂവൈസ് മുജാഹിദിന്റെ മുസ്ലിയരല്ലേ അല്ലേ? ആ ഉമർ ഫൈസി ആളല്ലേ? അത് ശരി. പണ്ട് മുത്തഅല്ലഖ് പ്രശ്നം ഉണ്ടായിരുന്നു. അതേക്കാരം മുമ്പ് പറയണം. ജാർ മജ്റൂർ വന്നാൽ അതിന് മുത്തഅല്ലഖ് വേണം. മുത്തഅല്ലഖ് എന്താണ്? മഹദൂഫിനോടായിരിക്കണം എന്ന് മൂപ്പരെ ഉടലെ വിട്ടാണ്. ഓല റൂമിലേ ഞാൻ ഓല റൂമിൽ തന്നെ പോവാറൊന്നുമില്ല. അപ്പൊ വെറുതെ പോയി നോക്കുമ്പോ ഈ ഉടല ജാറു മജ്റൂർ. അപ്പൊ എന്താണ് ഇമാം നബി ഒരാൾ ചോദ്യം ചോദിച്ചാൽ ഇമാം നബി അള്ളാഹും പിന്നെ തവസ്സുൽ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇമാം നബി ഹാജിമാര് മക്കയിൽ നിന്ന് തന്നെ മദീനയിൽ പോയി. അപ്പൊ സിയാറത്തിന്റെ മര്യാദകൾ പറയുന്ന സ്ഥലത്ത് സുമ്മ യതവസ്സലു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വോയിസ് ഓടുന്നില്ലേ? സുമ്മ യതവസ്സലു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടെ പിന്നെ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം എന്ന് ഉണ്ടല്ലോ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. അതിന് വേണ്ടല്ല വോയിസിനെ നമ്മുടെ വഷളാക്കാൻ പാടില്ലല്ലേ? അല്ല വോയിസിനെ ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ ആ കാര്യം പറയാം. ഏതായാലും പറിച്ചു തുടങ്ങും ചെയ്തല്ലോ. അപ്പൊ വോയിസ് അറിയാണ്ട് ആവില്ല പൈസയൊക്കെ ഉള്ളപ്പോ അറിയ പറ്റി. പക്ഷെ അന്ന് മുപ്പർക്ക് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് മുപ്പറിന് മറുപടി ഇങ്ങനെ പറഞ്ഞു. അത് സുമ യതവസ്സലു ബിൻ നബി അവിടെ ബിൻ നബിയുള്ള ജാറു മജ്റൂറാണ്. ജാറു മജ്റൂറിന്റെ മുതഅല്ലഖ് മഹദൂഫിനോടാവണം. അവിടെ മഹദൂഫ് എന്താണ്? പിന്നെ അമല് പിന്നെ അമല് ആണ്. അവിടെ അമല് എന്ന് സങ്കല്പിച്ചു കൊടുക്കണം എന്ന്. അങ്ങനെന്താണ് ഇവർ പറഞ്ഞത്. അപ്പൊ എന്താ അവരുടെ റൂമാർക്കൊന്നും അറിയില്ല. ചിലർക്ക് എല്ലാവരും ശരിയാണെന്നിങ്ങനെ വിചാരിക്കും ചെയ്തു. അപ്പൊ ഞാൻ മൈക്കത്ത് ചോദിച്ചു അങ്ങനെ നിയമം ഇല്ല എന്ന്. ജാർ മജ്റൂറിന്റെ മുത്തഅല്ലഖ് മഹദൂഫിനോടാവണം അങ്ങനെ നിയമമൊന്നുമില്ല. ചിലപ്പോൾ മഹദൂഫിനോടാകും. ബിസ്മില്ലാഹിന്റെ അടക്കം അങ്ങനെയാണ് അല്ലേ? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി ജാർ മജ്റൂറിന്റെ മുത്തഅല്ലഖ് അവിടെ മഹദൂഫിനോടാ. സുമ്മ യതവസ്സലു ബിൻ നബി അവിടെ മുത്തഅല്ലഖ് മഹദൂഫിനോടല്ല. അവിടെ ബിൻ നബിയുടെ സുമ്മ യതവസ്സലു എന്നുള്ളതിനോടാണ്. സുമ്മ യതവസ്സലു അതിനോട് ബന്ധപ്പെട്ടതാണ് ഏത്? ബിൻ നബി എന്നുള്ളത്. അപ്പൊ എവിടെ ജാറു മജ്റൂർ ഉണ്ടായാലും അതിനൊക്കെ മുതഅല്ലഖ് മഹദൂഫ് ആവണം. അങ്ങനെ നിയമം ഇല്ല. അങ്ങനെ ഞാനത് പറഞ്ഞു ഉസ്താദ് അങ്ങനെ നിയമമില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഇന്ന ആൾക്കാരൊക്കെ പാടെന്ത് ചെയ്ത് പിന്നെ നമ്മൾ അപ്പൊ ഓരോ അടുക്കൊരു മൂപ്പരാണ് വലിയ മുല്ലേരില്ലേ? അവിടുത്തെ മറ്റാൾക്ക് ആളുകൾക്കില് മൂപ്പരല്ലേ വലിയ മുല്ലേര്. അപ്പൊ നമ്മളൊന്നും അറിയാത്ത ഒരാളായിട്ട് നമ്മളെ നമുക്ക് വല്ലാതെ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞത്. എന്നാലും അതറിയാലോ. അത് പോട്ടെ സാരജല്ലേ. ഓട്ടിട്ടിട്ടൊന്നും ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ വലിയ ഒരു മര്യാദക്കെട്ട് കാണിച്ചൊന്നുമില്ല. ഞാൻ ഇപ്പൊ മൂപ്പര് എനിക്ക് അത് പി എൻ ചെയ്ത കാരണം പറഞ്ഞേ ഉള്ളൂ. അതപ്പോ ഞാനിപ്പോ പറയാൻ ഉദ്ദേശമല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. ഉസ്താദ് ഇന്ന് കഫീലിന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു ഒരു ഖൈറായ ഉദ്ദേശം നിറവേറ്റിക്കിട്ടാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. കുറെ കാലമായി ആഗ്രഹിച്ചു, മനസ്സ് വിഷമിച്ചു നടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തആല നിറവേറ്റി തരട്ടെ. നിങ്ങളുടെ ആ ഉദ്ദേശം അത് ഹലാലായ ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കുന്നു. അത് അള്ളാഹു തആല നിറവേറ്റി തരട്ടെ. വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമാണെങ്കിൽ അള്ളാഹു എന്ത് പറയാ? അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല എന്ന് പിന്നെ ഇടക്കൊക്കെ അങ്ങനെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും. അങ്ങനെ ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹല. ഇത് നിങ്ങൾ ഇടയ്ക്കിടെ പറയുക. അതുപോലെ തന്നെ പിന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് പറയുക. രണ്ട് കണ്ണും ആകാശത്തേക്ക് ഉയർത്തിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന്
രണ്ട് കണ്ണും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഇടക്കൊക്കെ അത് പറയുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരും. അള്ളാഹു നിറവേറ്റി തരട്ടെ. അള്ളാഹു കഷ്ടപ്പാടുന്നും ബുദ്ധിമുട്ടുന്നൊക്കെ അള്ളാഹു രക്ഷ നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടിട്ട് അള്ളാഹു തആല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താണ്, ഖുതുബക്ക് മുമ്പുള്ള പ്രസംഗം നടക്കുമ്പോൾ അൽ കഹ്ഫ് സൂറത്ത് ഓതുന്നു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇടയ്ക്കിടെ പറയുന്നു. എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണോ? ചൊല്ലുകയാണെങ്കിൽ വീണ്ടും ബിസ്മി ചൊല്ലണോ? ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആ ഖുർആൻ ഓത്ത് മുറിച്ചു നിൽക്കുക. ആ ഖുർആൻ ഓത്ത് മുറിച്ചു. ആ മുറിച്ചാൽ പിന്നീട് ഖുർആൻ വീണ്ടും തുടങ്ങുന്ന സമയത്ത് അഊദും ബിസ്മി ഓതൽ സുന്നത്തുണ്ട്. അഊദും ബിസ്മി ഓതൽ സുന്നത്തുണ്ട്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എന്ത് ചെയ്ത് ആ ഓത്ത് നിർത്തിക്കൊണ്ട് പിന്നെ തുമ്മി, അപ്പൊ അൽഹംദുലില്ലാഹ് പറഞ്ഞു, അല്ലെങ്കിൽ സലാം ചൊല്ലി അതിന് മടക്കി. അപ്പൊ പിന്നീട് വാക്കുകൾ ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ സലാത്ത് ചൊല്ലുകയാണ്, അങ്ങനെയൊക്കെ എന്താ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഓതുമ്പോൾ അഊദും ബിസ്മിയും പിന്നെ ഓതൽ സുന്നത്തുണ്ട്. അതാ. പിന്നെ നിസ്കാരത്തിൽ ഫാത്തിഹ മറന്നു റുകൂഇലേക്ക് പോയാൽ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ ഫാത്തിഹ മറന്നു റുകൂഇലേക്ക് പോയാൽ എന്ത് ചെയ്യണം? മടങ്ങുകയാണോ വേണ്ടത്, അതോ അവസാനം ഒരു റക്അത്ത് നിസ്കരിക്കുകയാണോ വേണ്ടത്? ആൾ ഇമാമിന്റെ കൂടെ എല്ലാം നിൽക്കുകയാണ്. ആൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണ്. എന്നാൽ അങ്ങനെ എന്ത് ചെയ്തു? ഫാത്തിഹ മറന്നിട്ടുണ്ട്. അപ്പൊ റുക്കൂയിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ ഫാത്തിഹ ഓതിട്ടില്ലല്ലോ എന്ന ആൾക്ക് ഓർക്കണത്. അപ്പോൾ അദ്ദേഹം എന്താണ്, അയാൾ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങുകയും ഫാത്തിഹ ഓതുകയും പിന്നെ റുക്കൂ ചെയ്യുകയും ചെയ്യുക. അതാണ് വേണ്ടത്. അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. നേരെ മറിച്ച് ഇമാമും ജമാഅത്ത് നിസ്കരിക്കുക, ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന ആളാണ് നിൽക്കുക. എന്നാലങ്ങനെ മടങ്ങാൻ പറ്റൂല. എന്നാലും പിന്നെ ആൾ റുക്കൂൾക്ക് പോയിരിക്കുന്നു. അപ്പൊ ഇനി ഇമാം പിന്നെ ഇഅ്തിദാൽ ചെയ്യും അല്ലെ? അപ്പൊ ഇഅ്തിദാൽ ചെയ്യുക, സുജൂദ് ചെയ്യും, സുജൂദ് ചെയ്യുക. അങ്ങനെ ഇമാമിന് സലാം വിട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു റക്അത്തും കൂടി മടക്കി നിസ്കരിക്കുക. അതാണ് വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമാമാണ് ആള്. എന്നാൽ അയാൾ ഫാത്തിഹ ഓതിട്ട് ഇല്ല എന്നുള്ളത് റുക്കൂയിൽ വെച്ചാണ് ഓർമ്മ വന്നത്. എന്നാൽ നൃത്തത്തിലേക്ക് തന്നെ മടങ്ങണം, ഫാത്തിഹ ഓതണം, പിന്നെ ബാക്കിയൊക്കെ ചെയ്യണം. നേരെ മറിച്ച് മൗമൂമാണെങ്കിൽ അങ്ങനെ നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇമാം സലാം വിട്ടി കഴിഞ്ഞാൽ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. പിന്നെ പിന്നെന്താണ്, മുജാഹിദിന്റെ പള്ളിയിൽ ജുമഅക്ക് പങ്കെടുത്താൽ ലുഹറായി മാറ്റി നിസ്കരിക്കണോ? മുജാഹിദിന്റെ പള്ളിയിൽ ജുമഅക്ക് പങ്കെടുത്താണുള്ള ഇതല്ല. മുജാഹിദിന്റെ പള്ളിയിൽ ജുമഅക്ക് പങ്കെടുത്തു നിൽക്കുക. ആ മുജാഹിദ് പള്ളിയിലത്തെ ഖുതുബൊക്കെ ശരിയാണ്, നിസ്കാരമൊക്കെ ശരിയാണ്. എന്നാലും ളുഹർ മടക്കി നിസ്കരിക്കുന്നു വേണ്ട. പക്ഷെ അതേസമയത്ത് ജമാഅത്തിന്റെ കൂലി കിട്ടില്ല. കാരണം മുജാഹിദ് എന്ന് പറഞ്ഞാൽ മുബ്തദീങ്ങളാ. മുബ്തദീനെ തുറന്ന് നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാകും, ജമാഅത്തിന്റെ കൂലി കിട്ടൂല. നേരെ മറിച്ച് അവിടുത്തെ ജുമാന് അവിടുത്തെ ഖുതുബൊന്നും ശരിയല്ല നിൽക്കുന്നാലോ, എന്നാ പിന്നെ ജുമായും സഹിയാവൂല. അപ്പൊ ജമാഅത്തിന്റെ കൂലി കിട്ടില്ല എന്ന് മാത്രമല്ല, ജുമായും സഹിയാവൂല. ഞാനീ പറഞ്ഞത് ഖുതുബൊക്കെ ശരിയാണ്, അതിന്റെ അർക്കാനുകളും മറ്റേ ഷുറൂത്തുകളും മറ്റേ പാലിക്കേണ്ട വിഷയങ്ങളൊക്കെ ശരിക്കും പാലിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഖുതുബ നിർവഹിച്ചത്. നിസ്കാരം തന്നെ ഒക്കെ സഹിയാവുന്ന രീതിയിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ തുടർച്ച സഹിയാകും. പക്ഷെ അതേസമയത്ത് ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല. എന്താ ജമാഅത്തിന്റെ വീട്ടായിരിക്കാനുള്ള കാരണം എന്താണ്? അയാൾ മുബ്തദി ആയതുകൊണ്ട്. നിസ്കാരം സഹിയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഷർത്തും ഫർളും മറ്റു കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതൊക്കെ അയാൾ പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് നേരെ മറിച്ച് അതൊന്നും പാലിച്ചിട്ടില്ല നിൽക്കുക. എന്നാല് നിസ്കാരവും സഹിയാവൂല, ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ജമാഅത്തിന്റെ വീട്ടിലെന്ന് പിന്നെ പറയാനില്ല, നിസ്കാരത്തിന് സഹിയായിട്ടില്ലെങ്കിൽ അല്ലേ. പിന്നെ അപ്പോ സ്വലാത്ത് നബിയുടെ പേരിൽ പറയുന്നില്ല. എന്നാലോ ഏത് ഖുതുബയില് നബിയുടെ സ്വലാത്ത് ഇട്ടില്ലെങ്കിൽ സ്വലാത്ത് ഖുതുബന്റെ ഫർദിൽപ്പെട്ടതാണ്.
അപ്പോ ഖുത്ബ സഹിയായിട്ടില്ല. സ്വലാത്തേ റസൂലുള്ളാഹിന്റെ പേര് സലാത്ത് ചെല്ലല് ഖുത്ബയുടെ 5 റുക്നിൽപ്പെട്ട റുക്നല്ലേ, അത് ചൊല്ലിയിട്ടില്ല നിൽക്കുക. എന്നാലും ഖുത്ബ സഹിയായിട്ടില്ല. അപ്പൊ ജമാഅത്ത് നിസ്കാരം സഹിയാവൂല, അവിടെ ജുമാഅ സഹിയാവൂല. പിന്നെ അവിടെ ജുമാഅ സഹിയല്ലാന്ന് സലാത്ത് ഖുത്ബയില് പിന്നെ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ പേര് സലാത്ത് നിർബന്ധമാണ് ഖുത്ബയില്. അതിൽ നിസ്കാരം ഖുത്ബ സഹിയാവില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, താടി ഡേ ചെയ്ത ഇമാമിന്റെ കൂടെ നിസ്കരിക്കാമോ? അതൊക്കെ നിസ്കരിക്കാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഖുത്ബ ഓതുമ്പോൾ ഖതീബ് വാൾ പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്തായാലും ഇവിടെ സുന്നത്താണ്. ഉദ്ദേശം റസൂലുള്ളാഹിനോട് പിൻപറ്റുക എന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് പിൻപറ്റുക, സുന്നത്ത് പ്രാവർത്തികമാക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. ഏതായാലും ഇനി പ്രത്യേകമായ ചോദ്യങ്ങളൊന്നും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ദീനിനെ സംബന്ധിച്ച് ശരിക്കും പഠിച്ച് അത് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ.